നമസ്കാരം. ഓരോ തെരഞ്ഞെടുപ്പും ജീവൻ മരണ പോരാട്ടമാണ്. ഓരോ പാർട്ടിയും അവരുടെ വോട്ട് കൂട്ടാൻ പരമാവധി ശ്രമിക്കും. അതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. നിഗൂഢമായ പല തട്ടിപ്പുകളും ഇതിന്റെ ഭാഗമായി അരങ്ങേറും. ഫേക്ക് നറേറ്റീവുകൾ സൃഷ്ടിക്കാൻ കാടടച്ചുള്ള മത്സരത്തിന്റെ കാലമാണിത്. കേരളത്തിൽ BJPയുടെ വളർച്ചയിൽ ആശങ്ക പൂണ്ട ചിലർ ബോധപൂർവം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കാൻ പല അഭ്യാസങ്ങളും ഇറക്കും. ചിലതൊന്നും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉള്ളതാവില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം കഥകൾ പ്രചരിക്കുമ്പോൾ അത് ദുർബല മനസ്സുകളെ ആശങ്കപ്പെടുത്തും. മണിപ്പൂരിലെ ഗോത്രവർഗ കലാപവും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാക്കപ്പെട്ട സംഭവമൊക്കെ ഇങ്ങനെ ക്രൈസ്തവർക്കിടയിൽ ആശങ്കയും ഭീതിയും വിരിച്ച് വോട്ട് നേടാൻ വേണ്ടി ഇറങ്ങിയ ക്യാപ്സ്യൂളുകളാണ്. അത്തരത്തിൽ കേരളത്തിൽ ഇക്കുറി ഇറക്കിയത് FCRA നിയമ ഭേദഗതിയായിരുന്നു. അതിൽ ശക്തമായ ഇടപെടൽ നടത്തി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആ ചർച്ച അവസാനിപ്പിച്ചെങ്കിലും ക്രൈസ്തവർക്കിടയിൽ ഭീതി ഉണ്ടാക്കാൻ കൃത്യമായ ഗൂഢാലോചനകൾ തുടരുകയാണ്. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സഭാ നേതാക്കൾ ചാടിയിറങ്ങുകയും ഈ നിയമത്തെ വെല്ലുവിളിക്കുകയും ചെയ്തതോടെ ആശയക്കുഴപ്പം രൂക്ഷമായി. ഇതിന് മറുഭാഗമായി തീവ്ര സംഖ്യകൾ വോട്ട് നഷ്ടപ്പെട്ടാലും അവരെ പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിറങ്ങിയതോടെ ഭിന്നത രൂക്ഷമായി. ഈ വിഷയം ചർച്ചയാക്കാൻ ആഗ്രഹിച്ച BJP വിരോധികൾ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് ബലം നൽകാൻ വേണ്ടി വ്യാജ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഒന്നായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ തലവനായ കാതോലിക്ക ബാവയുടെ പേരിൽ ഇറങ്ങിയ ഒരു പോസ്റ്റർ. ബാവ തിരുമേനി അറിയാത്ത പോസ്റ്റർ ബാവ തിരുമേനിയുടേതാണ് എന്ന തരത്തിൽ പ്രചരണം ശക്തമായി. ക്രിസ്തുവിനെ അല്ലാതെ ഒരു ഭരണകൂടത്തെയും ഭയപ്പെടുന്നില്ല. രാജ്യം ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ കയ്യിൽ ആയിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തൊരു തീ പോലെയാണ് എന്ന് കാതോലിക്ക ബാവ പറഞ്ഞു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. കാതോലിക്ക ബാവയോ ഓർത്തഡോക്സ് സഭയോ അത് നിഷേധിക്കാതിരുന്നതോടെ ഞാൻ പോലും അത് ശരിയാവും എന്ന് കരുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ഭരണകൂടത്തെയും ഭയപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജനിച്ചു ജീവിക്കാൻ ഭാഗ്യം വേണം. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ പല ധീരന്മാരും രംഗത്തെത്തും. തിരുമേനി വംശഹത്യ എന്നൊക്കെ പറഞ്ഞ് സുഡാപ്പുകളോട് ചേർന്ന് രംഗത്തിറങ്ങ് എന്നൊരു കുറിപ്പാണ് ഞാൻ ഇട്ടത്. ഇതേ പോസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ജിതിൻ കെ ജേക്കബ് ഇങ്ങനെ എഴുതി: ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഏത് സ്ഥലത്ത് ചെന്നും സുവിശേഷം പ്രസംഗിക്കാം. കേരളത്തിൽ നിന്നും സുവിശേഷം പ്രസംഗിക്കാൻ വണ്ടി കയറിയാൽ ആ വണ്ടി ചെന്ന് നിൽക്കുക ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും. അവിടെ മാത്രമേ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റൂ. ഗൾഫ് രാജ്യങ്ങളിൽ ഇവർക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ട. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ചൈനയിലും ഒന്നും ഇവർക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ട. ബൈബിളിൽ പറയുന്ന ഇസ്രയേലിലും ജോർദാനിലും ഈജിപ്തിലും ഇറാഖിലും ലബനോനിലും സിറിയയിലുമൊന്നും ഇവർക്ക് സുവിശേഷം പറയാൻ പോകണ്ട. ഇന്ത്യയിലേക്ക് വന്ന ഹൈദരാബാദിലും കശ്മീരിലും ലക്നൌവിലും അലിഗഡിലും എന്തിനേറെ പറയുന്നു നമ്മുടെ മലപ്പുറത്ത് പോലും ഇവർക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ട. മലപ്പുറമാകുമ്പോൾ ട്രെയിനിൻ്റെ വിൻഡോ താഴ്ത്തി കിടന്നുറങ്ങും. അതെന്താ? അവിടെയുള്ള മനുഷ്യർക്കൊക്കെ രക്ഷ വേണ്ടേ? അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞാൽ തല പോകും. അതുകൊണ്ട് സേഫായി ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നു. ലെബനോനും സിറിയയും ഇറാഖും ഒക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോൾ യൂറോപ്പിൽ പോലും ക്രിസ്ത്യാനിറ്റി ഇല്ലാതാവുകയാണ്. പുരോഹിത വർഗത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനതയ്ക്കില്ലാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നൽകി ഇവരെ ഭൂരിപക്ഷ സമൂഹം എപ്പോഴും കൂടെ നിർത്തി. ഇപ്പോൾ തങ്ങൾ എന്തൊക്കെയോ ആണെന്ന് തോന്നലുണ്ടായപ്പോൾ ഹിന്ദുത്വം ഭീഷണിയാണത്രേ. വിദേശത്തു നിന്ന് വരുന്ന പണത്തിന് കൃത്യമായ കണക്കുകൾ കാണിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതിന് പേരിൽ ആണ് ഇത്രയും അസഹിഷ്ണുത ഇവർ ഇപ്പോൾ കാണിക്കുന്നത്. ഉള്ളിൽ കിടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി ഭൂരിപക്ഷ ജനതയ്ക്ക് മുന്നിൽ മതേതര മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്നു എന്നേ ഉള്ളൂ. വിദേശ സഹായമില്ലാതെ സുവിശേഷ പ്രഘോഷണം പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് തൊട്ടതിനും പിടിച്ചതിനും പള്ളികളിൽ വിശ്വാസികളിൽ നിന്നും ഇങ്ങനെ പിഴിയുന്നത്? വിദേശ പണവും വേണം, ഇവിടുത്തെ വിശ്വാസികളുടെ പണവും വേണം, പക്ഷേ കണക്കുകളൊന്നും ഞങ്ങൾ കാണിക്കില്ല. വിദേശ സഹായത്തിന് കണക്കുകൾ ജനാധിപത്യത്തിന് സർക്കാർ ചോദിച്ചാൽ ഉടൻ തുടങ്ങും ന്യൂനപക്ഷ പീഡനം, പൗരാവകാശ ലംഘനം, ജനാധിപത്യം അപകടത്തിൽ എന്നൊക്കെ പറഞ്ഞുള്ള മോങ്ങലുകളും വോട്ട് ബാങ്ക് കാണിച്ചുള്ള ബ്ലാക്ക് മെയിലിങ്ങും. കണക്കുകൾ ചോദിക്കുന്നത് വിശ്വാസികളാണെങ്കിൽ ഉടൻ അവർക്ക് നേരെ ശാപവാക്കുകൾ ചൊരിയും. എത്രയൊക്കെ ഇരവാദം ഇറക്കിയാലും വോട്ട് ബാങ്ക് കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചാലും ചോദ്യം ചോദിക്കുന്ന വിശ്വാസികൾക്ക് നേരെ ശാപവാക്കുകൾ ചൊരിഞ്ഞാലും ഒന്നും ഒരു കാര്യവുമില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇവിടെ കൃത്യമായ കണക്കുകൾ കാണിക്കണം, കണക്കുകൾ ചോദിക്കുക തന്നെ ചെയ്യണം. അതിപ്പോൾ രാജ്യത്തെ ജനാധിപത്യ സർക്കാരാണെങ്കിലും വിശ്വാസ സമൂഹമാണെങ്കിലും. കർത്താവിൻ്റെ രണ്ടാം വരവിൽ ആദ്യം ചെയ്യുക പണ്ട് ജെറുസലേം ദേവാലയത്തിൽ ചെയ്തതുപോലെ ചാട്ടവാർ എടുത്ത് ഈ പുരോഹിത വർഗത്തെ തല്ലി ഓടിക്കലായിരിക്കുമെന്ന് ഉറപ്പ്. ഇത്തരത്തിൽ ചർച്ചകൾ കൊഴുത്തപ്പോൾ ഓർത്തഡോക്സ് സഭ വിശദീകരണ രംഗത്തെത്തി. ഔദ്യോഗിക ജിഹ്വയ കാത്തോലിക്കൻ ന്യൂസ് ഇങ്ങനെ ഒരു കുറിപ്പിട്ടു: FCRA വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ക്രിയാത്മകമായ നടപടി സ്വീകരിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആവശ്യപ്പെട്ടു എന്നത് വസ്തുതയാണ്. എന്നാൽ സഭാധ്യക്ഷനോ സഭയുടെ മെത്രാപ്പൊലീത്തമാരോ പറയാത്ത കാര്യങ്ങൾ
വ്യാജമായി പ്രചരിപ്പിക്കുന്നത് തുറന്നു കാട്ടുക തന്നെ ചെയ്യും. ശ്രീ രാമസിംഹൻ അഥവാ അലി അക്ബർ, മാധ്യമപ്രവർത്തകൻ ശ്രീ ഷാജൻ സ്കറി എന്നിവർ പോലും ഈ വ്യാജ നിർമ്മിതിയിൽ വീണിട്ടുണ്ട്. മലങ്കര സഭയ്ക്ക് എല്ലാ വിഷയങ്ങളും നിലപാടുണ്ട്, അത് കൃത്യമായി പറയാറുമുണ്ട്. സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്തരം വ്യാജ വാർത്തകൾ വീഴരുതെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എന്ന് വെച്ചാൽ ഈ പോസ്റ്റർ തിരുമേനിയുടെ പേരിൽ ആരോ കെട്ടിയുണ്ടാക്കിയതാണ്. തിരുമേനി അങ്ങനെയൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. സഭ ഔദ്യോഗികമായി അത് വിശദീകരിക്കുമ്പോൾ ഇത് ലോകത്തറിയിക്കേണ്ട ബാധ്യതയുണ്ട്. ഇക്കാലത്ത് BJP വിരോധം മൂത്ത് എന്തും പറയും എന്നതിന് തെളിവായി ഇത് മാറുന്നു. പക്ഷേ ഇത് വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. സക്കറിയ പൊൻകുന്നം ഇങ്ങനെ എഴുതുന്നു: മുൻപത്തെ 610 കുടുംബങ്ങളെ വഖഫ് ചെയ്ത് വഴിയാധാരമാക്കാൻ ഇസ്ലാമിക ശക്തികൾ ശ്രമിച്ചപ്പോൾ ഒരു മെത്രാനും അനങ്ങിയില്ല. തൊടുപുഴയിൽ ജോസഫ് സാറിൻ്റെ കൈയും കാലും ഇസ്ലാമിക ശക്തികൾ വെട്ടിമാറ്റിയപ്പോൾ ഒരു മെത്രാനും ഇളകിയില്ല. എറണാകുളത്ത് ഹിജാബ് വിഷയത്തിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളുകളിൽ മതമൗലികവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒരു മെത്രാനും അനങ്ങിയില്ല. നാർക്കോട്ടിക് ശക്തികൾക്കെതിരെ, മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ പാലാ മെത്രാൻ പള്ളിക്കകത്ത് പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ അക്രമവുമായി ഈരാറ്റുപേട്ട സംഘം എത്തിയപ്പോൾ സഹായിക്കാൻ ഒരു മെത്രാനും ഉണ്ടായിരുന്നില്ല. LDFും UDFും ഉണ്ടായിരുന്നില്ല. അന്നെല്ലാം സഭയ്ക്ക് വേണ്ടി നിൽക്കാൻ, പ്രതിരോധിക്കാൻ, പ്രസംഗിക്കാൻ, നിയമയുദ്ധം നടത്താൻ ഉണ്ടായിരുന്നത് ഇന്നും നിങ്ങൾ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, അവഹേളിച്ചതില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ പൂഞ്ഞാറുകാരൻ PC ജോർജ് എന്ന നട്ടലുള്ള ക്രിസ്ത്യാനിയുടെ മകൻ ഷോൺ ജോർജും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും മാത്രമാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ അപ്പനെയും മകനെയും BJP ഉയർത്തുന്ന വികസിത രാഷ്ട്രീയത്തെയും തോൽപ്പിച്ച് മൂലയ്ക്കിരുത്താൻ ഇസ്ലാമിക ശക്തികൾക്കൊപ്പം ഒത്തുകൂടുന്ന LDFിലെയും UDFിലെയും ക്രൈസ്തവ ജനതയും മെത്രാൻ സംഘവും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക: കഴിഞ്ഞ 10 വർഷം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യസ്നേഹികളായ BJP നേതാക്കളായതുകൊണ്ട് ഈ രാജ്യം ഇന്നും സർവ്വമതങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുന്നു എന്ന സത്യം മറക്കാതിരിക്കുക. നിങ്ങൾ ലോകത്തിലേക്ക് കണ്ണു തുറന്നു നോക്കുക. 5 വർഷത്തെ ഭരണം എങ്ങനെ നേടാം എന്നതല്ല, ലോകരാജ്യങ്ങൾ എവിടെയെത്തി എന്ന് നോക്കുക. ക്രിസ്തീയതയുടെ ഈറ്റില്ലമായിരുന്ന സകല ക്രൈസ്തവ രാജ്യങ്ങളും ഇന്ന് ഇസ്ലാമിൻ്റെ അടിമത്തത്തിലായി കഴിഞ്ഞു. ലോകത്തിലാദ്യമായി ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്ത്യാനികളെന്ന് വിളിച്ച അന്ത്യോക്യ എന്ന ഇസ്ലാമിന് കീഴിലാണ്. സിറിയ, തുർക്കി, ലെബനോൻ, യമൻ, അങ്ങനെ എല്ലാ ക്രൈസ്തവ രാജ്യങ്ങളും അവിടുത്തെ ക്രൈസ്തവരും ഉന്മൂലനാശം ചെയ്യപ്പെട്ടു. ക്രിസ്തീയത ഇനി അല്പമെങ്കിലും ബാക്കി നിൽക്കുന്ന സകല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് ഇസ്ലാമിന്റെ കടന്നുകയറ്റത്തിലും അവരുടെ ശരീഅത്ത് നിയമം നടപ്പിലാക്കുമെന്ന ആവശ്യത്തിലും മുന്നിലും പകച്ചു നിൽക്കുന്നു. നൈജീരിയ, സുഡാൻ തുടങ്ങിയ സകല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇസ്ലാമിക ഭീകര സംഘങ്ങൾ ക്രൈസ്തവ ഉന്മൂലനാശം നടത്തുമ്പോൾ ഇവിടെ ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമായ ഈ ഭാരതത്തിൽ 5 സംസ്ഥാനങ്ങൾ ഇന്ന് ക്രൈസ്തവ ഭൂരിപക്ഷമായിരിക്കുന്നു. ഭാരതത്തിൽ ബൈബിൾ കൊണ്ടു നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് ഇന്ന് വ്യാജ പ്രചരണം നടത്തുമ്പോൾ രാജ്യത്തിനെതിരെ വ്യാജം പറയുന്നു. വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന പ്രാദേശിക സംഭവങ്ങൾ, ഹിന്ദു ക്രിസ്ത്യൻ പ്രാദേശിക പ്രശ്നങ്ങൾ കേരളത്തിലെ BJP വിരോധ മാധ്യമ പ്രവർത്തകരും ചാനലുകാരും ഇടതുപക്ഷ എഴുത്തുകാരും കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും രാജ്യം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടാലും കുഴപ്പമില്ല, BJP നാട്ടിൽ വളരരുത് എന്നാഗ്രഹിക്കുന്ന ദീപിക പത്രവും കൊട്ടിഘോഷിച്ച് ഇന്ത്യ രാജ്യത്തിന് ക്രൈസ്തവർക്ക് ജീവിക്കാനാവില്ല എന്ന് വിളിച്ചു പോവാൻ തുടങ്ങും. ലക്ഷ്യം ഒന്നേ ഉള്ളൂ: BJP ഇനി രാജ്യത്ത് വരരുത്. ഇവരാരും ലോകം മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാം കീഴടക്കുന്നത് കാണുന്നില്ല, അതിനെപ്പറ്റി മിണ്ടില്ല, ലേഖനങ്ങളും പരമ്പരകളും എഴുതി നിരത്തില്ല. ഇവർക്ക് വലിയ പ്രശ്നമായിരിക്കും FCRA എന്ന വിദേശ ഫണ്ടിൻ്റെ വിനിയോഗമാണ്. വിദേശത്ത് ഫണ്ട് കൊണ്ടുവരുന്ന ക്രൈസ്തവ മെത്രാന്മാർ മാത്രമല്ല, ഇസ്ലാമിക സംഘടനകളും ഹൈന്ദവ സംഘടനകളും സിഖ് സംഘടനകളുമുണ്ട്, പെന്തക്കോസ്തൽ സഭകളുമുണ്ട്. അപ്പോൾ നിയമഭേദഗതി മെത്രാന്മാരെ മാത്രം ബാധിക്കുന്നത് എങ്ങനെയാണ്? കൊണ്ടുവന്ന പണത്തിൻ്റെയും അതിൻ്റെ ഉപയോഗത്തിൻ്റെയും കണക്ക് രാജ്യം ഭരിക്കുന്നവർ ചോദിക്കുമ്പോൾ അത് എങ്ങനെ ക്രൈസ്തവ ഉന്മൂലനമാകും? ക്രൈസ്തവ ഉന്മൂലനം മെത്രാന്മാർക്ക് കാണണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും സുഡാനിലേക്കും നൈജീരിയയിലേക്കും നോക്കണം. അല്ലാതെ ദിനംതോറും ക്രൈസ്തവർ വളർന്നുകൊണ്ടിരിക്കുന്ന വളർച്ചയ്ക്ക് ഒരു തടസ്സവുമില്ലാത്ത ഭാരതത്തെ നോക്കിയല്ല കരയേണ്ടത്. കേരളത്തിലെ മെത്രാൻ സംഘം FCRA നിയമത്തിന്റെ മറവിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഉള്ളിൽ കിടക്കുന്ന UDF LDF രാഷ്ട്രീയമെന്ന് പറയാതെ വയ്യ. ഇതൊന്നും ക്രൈസ്തവ സ്നേഹമോ സഭാ സ്നേഹമോ രാജ്യസ്നേഹമോ അല്ല എന്ന് ക്രിസ്ത്യാനിയെ ഞാൻ തുറന്നു പറയുന്നു. ഈ പോസ്റ്റ് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇത്തരം ചർച്ചകൾക്കും ഈ കാമ്പയിൻ കാരണമായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചത് മാത്രം.